അയ്യോ അർജുനെ, എന്നെക്കൊണ്ടിത് പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ ചോസറിന്റെ ജനറൽ പ്രൊലോഗ് ഒരു രക്ഷയുമില്ല. വായിച്ചിട്ട് തലയിലൊന്നും കേറുന്നില്ല. ഭയങ്കര ബോറാണ്. ഏയ് മീര, നീ ടെൻഷൻ അടിക്കാതെ. ഇത് നീ വിചാരിക്കുന്ന പോലത്തെ ഒരു ഐറ്റമല്ല. സംഭവം പൊളിയാണ്. ശരിക്കും പറഞ്ഞാ ഇത് സിന്ദഗീനാ മിലേഗി ദുബാരയല്ലേ, അതിന്റെ ഒരു പഴയകാലം വേർഷനാണെന്ന് വെച്ചോ. വാ, ഞാൻ സിമ്പിളായിട്ട് സംഭവം എന്താന്ന് പറഞ്ഞുതരാം. അല്ല, എനിക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല. 600 കൊല്ലം മുന്നുള്ളൊരു കവിത, അതും പഴയ ഇംഗ്ലീഷില്. ഇതൊക്കെ പഠിച്ചിട്ട് നമുക്കിപ്പോൾ എന്ത് കിട്ടാനാ? ഇതിപ്പോൾ വല്ല നെറ്റ്ഫ്ലിക്സ് സീരീസും ആയിരുന്നെങ്കിൽ ഞാൻ 1 മണിക്കൂർ കൊണ്ട് കണ്ടു തീർത്തേനെ. ഹാ, അത് തന്നെയാ പോയിന്റ്. ഇത് നീ വിചാരിക്കുന്ന പോലെ ഒരു ട്രാജഡിയോ ബോറടി കവിതയോ അല്ല. ഇതൊരു ഒന്നൊന്നര റോഡ് ട്രിപ്പ് സ്റ്റോറിയാ. കുറേ ആൾക്കാർ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു, കഥകൾ പറയുന്നു, തമാശ പറയുന്നു. ഒരു രക്ഷയുമില്ലാത്തൊരു സംഭവം. വാ, നമുക്ക് ആ ട്രിപ്പിൽ അവരോടൊപ്പം കൂടി നോക്കാം. ഓക്കെ, അപ്പോൾ കേട്ടോ, സംഭവം ഇത്രയുള്ളൂ. ഏകദേശം 30 പേര്, പല ടൈപ്പ് ആൾക്കാർ ലണ്ടനിലെ ഒരു സത്രത്തിൽ വെച്ച് കാണുന്നു. അവരെല്ലാവരും കൂടി കാൻറ്റർബറിയിലേക്ക് ഒരു തീർത്ഥാടനത്തിന് പോവാണ്. അപ്പോൾ ആ സത്രത്തിന്റെ ഉടമ, ഒരു രസികൻ ചേട്ടൻ, ഒരു ഐഡിയ പറയുന്നു. വെറുതെ ബോറടിച്ചു പോകണ്ട, പോകുന്ന വഴിക്ക് ഓരോരുത്തരും 2 കഥ വീതം പറയണം. ഏറ്റവും നല്ല കഥ പറയുന്ന ആൾക്ക് തിരിച്ചു വരുമ്പോൾ ഫ്രീ ആയിട്ട് ഫുഡ്. ഹേയ്, ഒരു മിനിറ്റ്, ഇത് കേട്ടിട്ട് ഒരു മിഡീവൽ റിയാലിറ്റി ഷോ പോലെ ഉണ്ടല്ലോ. ബിഗ് ബോസ് സീസൺ 14-ാം നൂറ്റാണ്ട്. ഇപ്പൊ എനിക്ക് കത്തി. അപ്പോൾ ഈ ജനറൽ പ്രൊലോഗ് എന്ന് പറയുന്നത് ശരിക്കുള്ള കഥകൾ തുടങ്ങുന്നതിനു മുൻപ് ഈ കോണ്ടസ്റ്റന്റ്സിനെയൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു ക്യാരക്ടർ റിവീൽ എപ്പിസോഡാണ് അല്ലേ? കൊള്ളാം, ഐഡിയ കൊള്ളാം. എക്സാക്ട്ലി. ചോസർ ഓരോരുത്തരെയായിട്ട് നമുക്ക് കാണിച്ചു തരുന്നു. അവരുടെ ലുക്ക്, സ്വഭാവം, ജോലി, അങ്ങനെയെല്ലാം. അപ്പോൾ മീര, നമുക്ക് ഈ മത്സരാർത്ഥികളൊന്ന് കണ്ടാലോ? ഓ, വെറുതെ പരിചയപ്പെടുമെന്ന് വേണ്ട. ബാ, നമുക്കിവരെ ഓരോരുത്തരായിട്ട് അങ്ങ് റോസ്റ്റ് ചെയ്യാം. ഞാൻ റെഡിയാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് കോണ്ടസ്റ്റന്റ് പ്രിയോറസ്. പുള്ളിക്കാരി ഒരു കന്യാസ്ത്രീയാണ്. കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു ഡെലിക്കേറ്റ് ടൈപ്പ്. ഓ, ഈ ടൈപ്പിന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ പുള്ളിക്കാരിക്കൊരു ഇൻസ്റ്റാബയോ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പുറമേ കാണാൻ ഭയങ്കര ഡീസൻ്റാണെന്നൊക്കെ തോന്നും, പക്ഷെ ഉള്ളിൽ ഫുള്ള് ഷോ ഓഫാണ്. സ്നേഹം മുഴുവൻ ചെറിയ പട്ടിക്കുട്ടികളോടാ, പാവങ്ങളോടല്ല. ടേബിൾ മാനേഴ്സൊക്കെ അമ്മാതിരി പെർഫെക്റ്റാണ്. പിന്നെ സ്നേഹമെല്ലാം കീഴടക്കും എന്നൊക്കെ ഒരു സ്വർണ്ണ ബ്രൂച്ചിൽ എഴുതി വെച്ചിട്ടുണ്ട്. ക്ലാസിക് ഹിപ്പോക്രിറ്റ്. ഹഹാ, കറക്റ്റാ മീര, നീ പറഞ്ഞത് തന്നെയാ കാര്യം. ചോസർ ഉദ്ദേശിച്ചതും അതുതന്നെയാണ്. ഭക്തിയും എളിമയും വേണ്ട ഒരു കന്യാസ്ത്രീ. പക്ഷെ ശ്രദ്ധ മുഴുവൻ ഫാഷനിലും ലൗകിക കാര്യങ്ങളിലുമാണ്. ഇത് അന്നത്തെ പള്ളിയിലെ ചില കാപട്യങ്ങളെ കളിയാക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ആൾ ഫ്രയർ. ഇയാളും പള്ളിയിലെ ഒരാളാണ്, ഒരു തരം സന്യാസി. ഓ, ഇവൻ വേറെ ലെവലാണ്. ഒരു പാർട്ടി ഫ്രീക്ക്. പാവപ്പെട്ടവരുടെ ഏഴയലത്ത് പോവില്ല. കറക്കം മുഴുവൻ പണക്കാരുടെ കൂടെയാണ്. ചെറിയൊരു സംഭാവന കൊടുത്താൽ മതി, എന്ത് പാവം പുള്ളി മാറ്റിത്തരും. പിന്നെ പാവപ്പെട്ട പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചയക്കാൻ സഹായിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത് മിക്കവാറും ഇവൻ തന്നെ ആവും. തനി തട്ടിപ്പുകാരൻ. 100% ശരിയാ. ചോസറിന്റെ കഥാപാത്രങ്ങളിൽ ഏറ്റവും വലിയ അഴിമതിക്കാരൻ ഈ ഫ്രയറായിരിക്കും. പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യും. മധ്യകാലഘട്ടത്തിലെ പള്ളിയിലുണ്ടായിരുന്ന വലിയ പ്രശ്നങ്ങളാണ് ചോസർ ഇയാളെ വെച്ച് തുറന്നു കാട്ടുന്നത്. ഓക്കെ, ഇനി വരുന്നത് ചോസറിന്റെ ഏറ്റവും ഫേമസും കളർഫുള്ളുമായ ഒരു ക്യാരക്ടറാണ്, ബാത്തിലെ ഭാര്യ. ഓ, ഷീസ് എ ക്വീൻ. 5 ഭർത്താക്കന്മാർ. പുള്ളിക്കാരിക്ക് സ്വന്തമായിട്ട് ബിസിനസ്സുണ്ട്. ലോകം മുഴുവൻ യാത്ര ചെയ്തിട്ടുണ്ട്. ആണുങ്ങളെ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് പുള്ളിക്കാരിക്ക് കൃത്യമായിട്ടറിയാം. ആലോചിച്ചു നോക്കിയേ, അന്നത്തെ കാലത്ത് ഒരു സ്ത്രീ ഇത്ര ധൈര്യത്തോടെ സംസാരിക്കുന്നത് തന്നെ ഒരു വിപ്ലവമായിരിക്കും. ഇവരെ റോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇവരൊരു ഇൻസ്പിറേഷനാണ്. അതെ, അപ്പോൾ നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ആ പ്രിയോറസ്, പിന്നെ ഈ ഫ്രയർ, ഇവരിലൊക്കെ ഒരു കോമൺ പാറ്റേൺ കാണാം. നീ പറഞ്ഞ ഈ റോസ്റ്റിന് പിന്നിൽ ശരിക്കും ഒരു വലിയ ആശയമുണ്ട്. അതാണ് ചോസറിന്റെ ഈ എഴുത്തിന്റെ കാതൽ. ഇപ്പൊ നോക്ക്, ആ കാലത്ത് സമൂഹത്തെ പ്രധാനമായും 3 കണ്ടിരുന്നത്. യുദ്ധം ചെയ്യുന്നവർ, അതായത് പ്രഭുക്കന്മാർ, പിന്നെ പ്രാർത്ഥിക്കുന്നവർ, പുരോഹിതന്മാർ, പിന്നെ ജോലി ചെയ്യുന്നവർ, സാധാരണക്കാർ. ചോസർ ചെയ്തതെന്താന്ന് വെച്ചാൽ ഓരോ ഗ്രൂപ്പിലെയും ഐഡിയലായിട്ടുള്ള മാതൃകയാക്കാവുന്ന ആൾക്കാരെ ആദ്യം കാണിക്കും. നല്ല ധീരനായ നൈറ്റ്, സത്യസന്ധനായ പാഴ്സൺ. എന്നിട്ട് അതേ ഗ്രൂപ്പിലുള്ള അഴിമതിക്കാരെയും കാപട്യക്കാരെയും നേരെ അവരുടെ അടുത്ത് കൊണ്ടുപോയി നിർത്തും. നമ്മൾ നേരത്തെ കണ്ട ഫ്രയറിനെ പോലെ. അപ്പോൾ ആ വ്യത്യാസം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഒരു മിനിറ്റ്, അപ്പോൾ ഇയാൾ വെറുതെ ഓരോരുത്തരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുകയായിരുന്നില്ല. 14-ാം നൂറ്റാണ്ടിലെ സമൂഹത്തിലുള്ള ഓരോ ടൈപ്പ് ആൾക്കാരെയും പച്ചയ്ക്ക് ട്രോൾ ചെയ്യുകയായിരുന്നു. സംഭവം കൊള്ളാലോ. ഇത് ഞാൻ വിചാരിച്ചതെല്ലാം സ്പൈസിയാണ്. അതാണ് സംഭവം. നിനക്ക് കാര്യം പിടികെട്ടി. ഈ ഒരു ക്രിട്ടിക്കൽ അപ്രോച്ചാണ് ചോസറിനെ ഒരു ജീനിയസ് ആക്കുന്നത്. അദ്ദേഹം ഒരു കണ്ണാടി പിടിക്കുന്നത് പോലെ അന്നത്തെ സമൂഹത്തെ നമുക്ക് കാണിച്ചു തന്നു, അതിൻ്റെ എല്ലാ നല്ലതും ചീത്തയുമായ വശങ്ങളോടും കൂടി. ഇതിനുവേണ്ടി ചോസർ ഉപയോഗിച്ച പ്രധാന ടൂൾ എന്താണെന്നറിയോ? അതാണ് സറ്റയർ,
അല്ലെങ്കിൽ ആക്ഷേപഹാസ്യം, തമാശയും കളിയാക്കലും ഉപയോഗിച്ച് സമൂഹത്തിലെയും പള്ളിയിലെയും ഭരണത്തിലെയും കൊള്ളരുതായ്മകളെ വിമർശിക്കുക. ഡയറക്റ്റായിട്ട് കുറ്റം പറയാതെ നമ്മളെക്കൊണ്ട് ചിന്തിപ്പിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിക്കുന്ന ഒരു പരിപാടി. അതുമാത്രമല്ല, ചോസർ ഇത് ചെയ്തത് ഭയങ്കര ബ്രില്യൻ്റായിട്ടാണ്. ഒന്ന്, പുള്ളി തന്നെ ഒരു നിഷ്കളങ്കനായ തീർത്ഥാടകനായിട്ട് കഥയിൽ വരും. എന്നിട്ട് ഈ ഫ്രയർ എന്തൊരു നല്ല മനുഷ്യനാണ് എന്നൊക്കെ പറയും. പക്ഷെ പുള്ളി തരുന്ന ഡീറ്റെയിൽസ് വെച്ച് നമുക്ക് മനസ്സിലാവും ഇവനൊരു ഫ്രോഡാണെന്ന്. ഇതിനെയാണ് ഡ്രാമാറ്റിക് ഐറണി എന്ന് പറയുന്നത്. പിന്നെ ഓരോ കഥാപാത്രത്തിനും കൊടുത്ത ചെറിയ ഫിസിക്കൽ ഡീറ്റെയിൽസ്, ആ മില്ലറുടെ മൂക്കിലെ അരിമ്പാറ പോലെ, അതൊക്കെ ആ ക്യാരക്ടറുകളെ നമ്മുടെ മനസ്സിലങ്ങ് ഉറപ്പിക്കും. ശരിക്കും. അപ്പോൾ പുള്ളിക്കാരൻ വെറുതെ കഥ പറയുകയായിരുന്നില്ല, അന്നത്തെ ഇംഗ്ലണ്ടിലെ സൊസൈറ്റിയെ മൊത്തത്തിലിട്ട് വാരുകയായിരുന്നു. ഇപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത്. ഇംഗ്ലീഷ് സാഹിത്യത്തിന്റെ പിതാവെന്നൊക്കെ വെറുതെ പറയുന്നതല്ല, സംഭവം ഞാൻ ഏറ്റു. ഇനിയിപ്പോൾ അസൈൻമെന്റ് പൊളിക്കാം, അതാണ്. അപ്പം നിർത്തിയേ, എനിക്കിപ്പോൾ ഒരു രസമുള്ള ചോദ്യം തോന്നുന്നു. എന്താ, ചോസർ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ആരെയൊക്കെ ആയിരിക്കും പുള്ളി റോസ്റ്റ് ചെയ്യുക? വല്ല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറെയാണോ? അതോ ഏതെങ്കിലും പൊളിറ്റീഷ്യനെയാണോ? ചിലപ്പോൾ ഒരു കോർപ്പറേറ്റ് CEO ആയിരിക്കുമോ? കൊള്ളാം, ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്.